നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് +1 സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മോഡ് കാണുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ മോഡ് കാണേണ്ടത് എന്ന് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. നമ്മുടെ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സിൽ 5ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നതിന്റെ, അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അഥവാ ആവറേജസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു ഭാഗമാണ്. ഇത് എസ്സേ ആയിട്ട് ചോദിക്കാം, മീൻ മീഡിയൻ മോഡ് ഒരുമിച്ച് ചോദിക്കാം. മീൻ മീഡിയൻ സെപ്പറേറ്റ് നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതും കാണാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് മോഡ് കാണേണ്ടത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ്സിലേക്ക് വരിക. നമ്മളിവിടെ മോഡ് കാണുന്നതിന് വേണ്ടി ഇവിടെ ഒരു ചോദ്യം എഴുതി വെച്ചിട്ടുണ്ട്. ചോദ്യത്തിൽ 2 കോളം കൊടുത്തിരിക്കുന്നു, എക്സ് എന്നും എഫ് എന്നും പറഞ്ഞിട്ട് ചോദ്യം കൊടുത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടുന്ന ചോദ്യത്തെ ഇതേപടി നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് പകർത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് 1ാമത്തെ കോളത്തിന് എക്സ് എന്നും 2ാമത്തെ കോളത്തിന് എഫ് എന്നും ആയിരിക്കില്ല പേരുണ്ടാവുക. അതിന് വേറെ എന്തെങ്കിലും പേര് കൊടുത്തിട്ടുണ്ടായിരിക്കാം, ക്ലാസ്, ആവൃത്തി എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അത് ഒഴിവാക്കിയിട്ട് ആൻസർ ഷീറ്റിലേക്ക് പകർത്തുമ്പോൾ അതിന് 1ാമത്തെ കോളത്തിന് എക്സ് എന്നും, അതായത് ക്ലാസ് കാണിക്കുന്ന ഈ നമ്പേഴ്സിനെ എക്സ് എന്നും, അതുപോലെ തന്നെ 2ാമത്തെ കോളത്തെ എഫ് എന്നും മാറ്റി എഴുതേണ്ടതുണ്ട്. എക്സ് എഫ് എന്ന് നിങ്ങൾ എപ്പോഴും എഴുതിയാണ്ട് പഠിക്കുക. ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മോഡ് കാണേണ്ടത്? ഇവിടെ മോഡ് കാണുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന ഫ്രീക്വൻസിയുടെ വലിയ നമ്പർ ഏതാന്ന് കണ്ടെത്തണം. ഏറ്റവും വലിയ നമ്പർ ഏതാന്ന് ഇതൊന്ന് കണ്ടെത്തണം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കൂ, ഫ്രീക്വൻസി നമുക്ക് തന്നിരിക്കുന്നത് 8, 4, 10, 20, 8, 3, 2, 3, 2 എന്നാണ്. ഇതിൽ ഏതാണ് ഏറ്റവും വലിയ ഫ്രീക്വൻസി നമ്പർ? ഏറ്റവും വലിയ ഫ്രീക്വൻസി നമ്പർ, ആവർത്തി നമ്പർ 20 ആണ് അല്ലെ. അപ്പൊ ആ 20 ഉൾപ്പെടുന്ന ക്ലാസ് 40, 50 ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കുക. ഈ ബോക്സിനെ നമ്മൾ മീഡിയൻ എന്താ വിളിച്ചത്? മീഡിയൻ ക്ലാസ് എന്നാ വിളിച്ചത് അല്ലെ. ഈ ബോക്സിനെ നമ്മൾ മീഡിയൻ എന്താ വിളിച്ചത്? മീഡിയൻ ക്ലാസ് എന്നാ വിളിച്ചത്. അപ്പൊ ഇതെന്താ നമ്മൾ കാണാൻ പോകുന്നത്? മോഡല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? മോഡ് ക്ലാസ് എന്നാണ്. എന്താ വിളിക്കുക? മോഡ് ക്ലാസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ മോഡ് ക്ലാസ് ഉണ്ടാക്കി. എങ്ങനെയാണ് മോഡ് ക്ലാസ് ഉണ്ടാക്കിയത്? മോഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഫ്രീക്വൻസിയുടെ ഏറ്റവും വലിയ നമ്പറിനെ കണ്ടെത്തി അതിനെ ഒരു ഗുളിക രൂപം, ഒരു ബ്രാക്കറ്റ് വരച്ചു. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? മോഡ് ക്ലാസ് എന്നാണ്. ഓക്കെ, മോഡ് ക്ലാസ്. അപ്പൊ മോഡ് ക്ലാസ്സിൽ നമ്മൾ മോഡ് ക്ലാസ് നമ്പർ നമുക്ക് 20 കിട്ടിയിട്ടുണ്ട്. ഫ്രീക്വൻസി നമ്പർ 20 ആണ്. അതിൽ ഉൾപ്പെടുന്ന ക്ലാസ് എന്ന് പറയുന്നത് 40, 50 ആണ്. ശരിയല്ലേ? ഇനി നോക്കൂ, ഇനി നമ്മൾ ഇതിന്റെ സമവാക്യം എഴുതാൻ പഠിക്കണം. ഓക്കെ, എന്താണ് സമവാക്യം? മോഡ് ക്ലാസിന്റെ മോഡ് കാണുന്നതിന്റെ സമവാക്യം MO എന്ന് നമ്മൾ എഴുതുക. അതായത് മോഡ് ഈക്വൽ ടു ഓക്കെ L പ്ലസ് D1 ഡിവൈഡഡ് ബൈ D1 പ്ലസ് D2 ഇൻറ്റു C എന്നാണ്. ഓക്കെ, മോഡ് കാണുന്നതിനുള്ള സമവാക്യം. നിങ്ങൾക്ക് മോഡ് കാണാൻ വേണ്ടി ബോർഡ് കാണുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഞാൻ ഒന്നുകൂടെ മാറ്റി എഴുതാം. മോഡ് ക്ലാസ് എന്നുള്ളത് ഒന്ന് ചെറുതാക്കി എഴുതാം. മോഡ് ക്ലാസ്. ഓക്കെ, ഇനി സമവാക്യം ഇവിടേക്ക് എഴുതാം. സമവാക്യം നമ്മള് മോഡ് ഈക്വൽ ടു, അതായത് MO ഈക്വൽ ടു L പ്ലസ് ഓക്കെ, അതിന് മുകളിൽ നമ്മൾ D1 എന്ന് എഴുതുക. ഡിവൈഡഡ് ബൈ, ഈ പ്ലസിന് നേരെ ഡിവൈഡഡ് ബൈ കൊടുക്കുക. അതിന് താഴെ D1 എന്ന് എഴുതുക, പ്ലസ് D2 എന്ന് എഴുതുക, ഇൻറ്റു C എന്ന് എഴുതുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മീഡിയൻ കണ്ട പോലെ തന്നെയാണ്. ഏത്? L പ്ലസ് D ഡിവൈഡഡ് ബൈ ഇൻറ്റു C എന്ന് പറഞ്ഞ് നേരെ വരണം. ഒരിക്കലും കയറ്റി എഴുതരുത്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് എന്തൊക്കെ വേണം? L വേണം, D1 വേണം, D2 വേണം, C വേണം. L വേണം, D1 വേണം, C വേണം, D2 വേണം. വേണ്ടേ? അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഒരു താഴേക്ക് പെറുക്കി എഴുതുക. ഓക്കെ, L എന്താണ്, D1 എന്താണ്, D2 എന്താണ്, C എന്താണ്, ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് കാണണം. ഓക്കെ, കണ്ടിട്ട് ഈ സംഗതികളെ നമ്മൾ ഇക്വേഷനിലേക്ക് വരെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് L എന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടും. അതിനാണ് നമ്മളിവിടെ മോഡ് ക്ലാസ് ഉണ്ടാക്കിയത്. ഇതെല്ലാം നമുക്ക് മോഡ് ക്ലാസ്സിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ മോഡ് ക്ലാസ്സിൽ നമ്മൾ L എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ് L. ഇവിടെ ലോവർ ലിമിറ്റ് 40 ആണല്ലോ. അപ്പൊ L എന്നുള്ളിടത്ത് നമ്മൾ എന്ത് എഴുതി? 40 എന്ന് എഴുതി. 40 നമുക്ക് എവിടുന്നാ കിട്ടിയത്? 40 നമുക്ക് കിട്ടിയത് മോഡ് ക്ലാസിന്റെ ക്ലാസ്സിൽ നിന്ന്. 40, 50 ആണ് മോഡ് ക്ലാസിന്റെ ക്ലാസ്. അതിൽ നിന്ന് 40 ആണ് ലോവർ ലിമിറ്റ്, അതായത് L എന്ന് പറഞ്ഞത്. ആ L 40 നമ്മൾ എഴുതി. ഓക്കെ, അടുത്തത് D1 ആണ്. എന്താണ് D1 എന്ന് പറഞ്ഞാൽ? D1 എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. അതായത് ഈ 20 ശ്രദ്ധിക്കണം, ഈ 20
അതിന്റെ മുകളിലുള്ള ഫ്രീക്വൻസി നമ്പർ ആയ 10 തമ്മിലുള്ള വ്യത്യാസം. എന്താണ്? മോഡ് ക്ലാസിന്റെ ഫ്രീക്വൻസി നമ്പറും അതിന്റെ മുകളിലുള്ള ഫ്രീക്വൻസി നമ്പറും തമ്മിലുള്ള വ്യത്യാസം D1. അതായത് മോഡ് ക്ലാസിന്റെ ഫ്രീക്വൻസി നമ്പർ 20 അല്ലേ? അപ്പൊ 20 മൈനസ് അതിന് മുകളിലുള്ള നമ്പർ 10, അത് തമ്മിൽ മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? നമുക്ക് 10 20 പോയാൽ എന്താ കിട്ടുക? 10 എന്ന് കിട്ടും അല്ലെ? 10 20 മൈനസ് 10 ഈക്വൽ ടു 10. 20 മൈനസ് 10 ഈക്വൽ ടു 10. 20 മൈനസ് 10 ഈക്വൽ ടു 10. ശരിയല്ലേ? മനസ്സിലായോ പറഞ്ഞത്? ഈ ഫ്രീക്വൻസി നമ്പർ, അതായത് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള മോഡ് ക്ലാസ് ഫ്രീക്വൻസി 20 അല്ലെ? ആ 20ഉം അതിന്റെ മുകളിലുള്ള ഫ്രീക്വൻസി നമ്പർ 10 അത് തമ്മിലുള്ള വ്യത്യാസമാണ്. 20 10 കുറയ്ക്കുക, അപ്പൊ നമുക്ക് D1 കിട്ടും. എത്ര? 20 10 പോയാൽ 10 ആണ്. അതാണ് D1 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ D2 എന്താണ്? നിങ്ങൾക്കറിയാം. എന്താണ് D2? D2 എന്താണ്? മോഡ് ക്ലാസ്സിലെ ഫ്രീക്വൻസി നമ്പർ 20ൽ നിന്ന് ഫ്രീക്വൻസി നമ്പർ 20ൽ നിന്ന് അതിന്റെ താഴെയുള്ള നമ്പർ 8 കുറയ്ക്കുക. ഓക്കെ, അപ്പൊ എന്താ കിട്ടിയത്? അതായത് 20 മൈനസ് 8 എന്ന് കിട്ടി. എങ്ങനെ മനസ്സിലായോ? 20 മൈനസ് 8 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? എങ്ങനെയാ? അതായത് മോഡ് ക്ലാസ്സിലെ ഫ്രീക്വൻസി നമ്പർ 20. ഓക്കെ, D2 ആണ് കാണുന്നത്. അപ്പൊ D2 കാണാൻ നമ്മൾ താഴേക്ക് മൈനസ് ചെയ്യുക, ഫ്രീക്വൻസി നമ്പർ താഴേക്ക് മൈനസ് ചെയ്യുക. പിന്നെ D1 കാണാനാണെങ്കിൽ ഈ മോഡ് ക്ലാസ്സിന്റെ തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസി നമ്പർ കൊണ്ട് മൈനസ് ചെയ്യുക. അപ്പൊ നമ്മൾ D2 കാണാൻ 20നെ, അതായത് മോഡ് ക്ലാസ്സിലുള്ള ഫ്രീക്വൻസി 20നെ തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസി നമ്പർ 8 ആണ്. 8 കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. 20 മൈനസ് 8 ഈക്വൽ ടു 12 എന്ന് കിട്ടി അല്ലെ? ക്ലിയർ അല്ലേ? ഇനി എന്താണ് സി? നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്ലാസിന്റെ ഡിഫറൻസ് ആണ്. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം 40ഉം 50ഉം തമ്മിലുള്ള വ്യത്യാസം 10 ആണ്. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെയും വാല്യൂസ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്താണ്? സമവാക്യത്തിലുള്ള L 40 കിട്ടിയിട്ടുണ്ട്. D1 നമ്മൾ 20 മൈനസ് 10 കിട്ടിയിട്ടുണ്ട്. D2 എന്ന് പറഞ്ഞത് 20 മൈനസ് 8 12 കിട്ടിയിട്ടുണ്ട്. സി എന്ന് പറഞ്ഞത് 10 കിട്ടിയിട്ടുണ്ട്. ഓക്കെ മക്കളെ, ഇനി ഇതിലേക്ക് നമ്മൾ വില കൊടുക്കുന്നു. ഞാൻ ഇവിടെ എഴുതാൻ ഇവിടെ സ്പേസ് ഉണ്ട്. ആ എല്ലിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതുന്നു? 40 എന്ന് എഴുതി അല്ലെ? ചിഹ്നം പ്ലസ് ആണ്, അങ്ങനെ കൊടുത്തു. D1 എന്താണ്? D1 എന്ന് പറയുമ്പോൾ 10 ആണ്. ഡിവൈഡഡ് ബൈ ചിഹ്നം കൊടുത്തു. D1 എന്ന് പറയുന്നത് 10 ആണ്. ഡിവൈഡഡ് ബൈ ചിഹ്നം കൊടുത്തു. താഴെ എന്തുണ്ട്? D1 വീണ്ടും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 10 വീണ്ടും എഴുതി. ചിഹ്നം പ്ലസ് ആണ്. ദെൻ D2 എന്താണ്? 12 ആണ്. ചിഹ്നം ഇൻറ്റു എന്താണ്? സി 10 ആണ്. ഓക്കെ, ഇതാണ് വാല്യൂ ആഡ് ചെയ്തപ്പോൾ കിട്ടിയത്. എന്താ കിട്ടിയത്? L പ്ലസ് D1 ഡിവൈഡഡ് ബൈ D1 പ്ലസ് D2 ഇൻറ്റു സി എന്ന് പറയുന്ന സമവാക്യത്തിലേക്ക് നമ്മൾ വാല്യൂ ആഡ് ചെയ്തപ്പോ L-ന്റെ സ്ഥാനത്ത് 40 എഴുതി, D1-ന്റെ സ്ഥാനത്ത് 10 എഴുതി, വീണ്ടും ഡിവൈഡഡ് ബൈ കൊടുത്തു. താഴെ 10 വരുന്നുണ്ട്. 10 എന്ന് പറഞ്ഞാൽ D1 വീണ്ടും വരുന്നുണ്ട്. അപ്പൊ 10 കൊടുത്തു. ദെൻ പ്ലസ് എഴുതി. ദെൻ D2-ന്റെ സ്ഥാനത്ത് 12 എഴുതി. ദെൻ ചിഹ്നം ഇൻറ്റു ആണ് വരുന്നത്. ദെൻ C-ന്റെ സ്ഥാനത്ത് 10 കൊടുത്തു. അപ്പൊ നമ്മള് 40 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 12 ഇൻറ്റു 10 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? 40 പ്ലസ് അതേപോലെ തന്നെ എഴുതുക. ഓക്കെ, 40 പ്ലസ് അതേപോലെ എഴുതുക. ഈ 10നെ ഈ 10 കൊണ്ട് ഗുണിക്കുക, ഇങ്ങോട്ട് ഗുണിക്കുക. 10നെ 10 കൊണ്ട് ഗുണിച്ചാൽ എന്താ കിട്ടുക? 10നെ 10 കൊണ്ട് ഗുണിച്ചാൽ 100 എന്ന് കിട്ടും അല്ലെ? 100 ഡിവൈഡഡ് ബൈ ചിഹ്നം ഉണ്ടല്ലോ, അതേപോലെ എഴുതി. 10ഉം 12 തമ്മിൽ കൂട്ടുക. 10ഉം 12 തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 22 എന്ന് കിട്ടും. 10ഉം 12 തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 22 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. 40 പ്ലസ് അതേപോലെ തന്നെ എഴുതി. 40 പ്ലസ് അതേപോലെ എഴുതി. 100ൽ നിന്ന് 22 അങ്ങോട്ട് ഹരിക്കുക. 100നെ 22 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? 4.54 എന്ന് ഉത്തരം കിട്ടും. 4.54 എന്ന് ഉത്തരം കിട്ടും. 40 പ്ലസ് അതേപോലെ എഴുതി. 100നെ 22 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 4.54 എന്ന് ഉത്തരം കിട്ടി. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് കൂട്ടുക. ഈ 40നെ 4.54 കൊണ്ട് കൂട്ടുക. അപ്പൊ എന്താ കിട്ടി? 44.54 എന്ന് ഉത്തരം കിട്ടി. 44.54 എന്ന് ഉത്തരം കിട്ടി. ഇതാണ് മക്കളെ മോഡ് എന്ന് പറയുന്ന സാധനം. വളരെ സിമ്പിൾ ആണ്, വളരെ ചെറിയൊരു കാൽക്കുലേഷൻ ആണ്. മോഡ് ഒറ്റയ്ക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കാൽക്കുലേഷൻ ഒരുമിച്ച് 8 മാർക്കിന് വേണ്ടി ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മോഡ് കാണാൻ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് ഫ്രീക്വൻസിയുടെ ഏറ്റവും വലിയ നമ്പർ കണ്ടെത്തുക. ഏറ്റവും വലിയ നമ്പർ ഇവിടെ 20 ആണ്. ആ 20 ഉൾപ്പെടുന്ന ക്ലാസിനെയും 20നെയും ഉൾപ്പെടുത്തിയോണ്ട് നമ്മൾ ഒരു മോഡ് ക്ലാസ് ഉണ്ടാക്കി. മോഡ് ക്ലാസ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്തത് എന്താണ്? പിന്നെ നമ്മൾ സമവാക്യം എഴുതി. MO ഈക്വൽ ടു, അതായത് മോഡ് ഈക്വൽ ടു L പ്ലസ് D1 ബൈ D1 പ്ലസ് D2 ഇൻറ്റു C എന്ന് നമ്മൾ സമവാക്യം കൊടുത്തു. സമവാക്യത്തിലേക്ക് ഓരോ
കാര്യങ്ങളിലേക്കും നമ്മൾ വില ആഡ് ചെയ്തു. L എന്ന് പറയുന്നത് എല്ലാം വില കൊടുത്തത് എവിടുന്നാണ്? വില നമ്മൾ കൊണ്ടുവന്നത് എവിടുന്നാണ്? നമ്മൾ ഈ മോഡ് ക്ലാസ്സിൽ നിന്നാണ് വില കൊണ്ടുവന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ L 40 എഴുതി. അതുപോലെ D1 നമ്മൾ കണ്ടെത്തി. D1 എന്ന് പറയുന്നത് ഈ മോഡ് ക്ലാസ്സിലുള്ള ഫ്രീക്വൻസി നമ്പറിൽ നിന്ന് തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസി നമ്പർ കുറയ്ക്കലാണ്. അതുപോലെ D2 കണ്ടെത്തി. D2 എന്ന് പറയുന്നത് മോഡ് ക്ലാസ്സിലുള്ള ഫ്രീക്വൻസി നമ്പറിൽ നിന്ന് തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസി നമ്പർ കുറയ്ക്കലാണ്. ഓക്കെ, അങ്ങനെ D1 ഉം D2 കണ്ടെത്തി. അതുപോലെ C എന്ന് പറയുന്നത് ഈ രണ്ട് നമ്പർ തമ്മിലുള്ള വ്യത്യാസം, ക്ലാസുകൾ തമ്മിലുള്ള ക്ലാസിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ താഴ്ന്ന പരിധിയും ഉയർന്ന പരിധിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അവിടെ കിട്ടി. അതിങ്ങനെ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 44.54 എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടിയത്. നിങ്ങൾക്കും അതുപോലെ കിട്ടണം. ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ മക്കളെ, അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണെങ്കിൽ മീൻ മീഡിയൻ മോഡ് ഒരുമിച്ച് കാണാനാണെങ്കിൽ 8 മാർക്കിന് ചോദ്യമാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ് പബ്ലിക് എക്സാമിന്. അത് തുല്യതക്കാർക്കായാലും അതുപോലെ തന്നെ റെഗുലർ സ്റ്റുഡൻസിനായാലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന 8 മാർക്കിന്റെ പബ്ലിക്കിന് ചോദിക്കുന്ന കൃത്യമായിട്ടും ഉറപ്പായിട്ടും വരച്ചു വെച്ചോ നിങ്ങൾ, ഉറപ്പായിട്ടും ചോദിക്കും. ഇത് നിങ്ങൾക്ക് 100% ഉപകരിക്കും. തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, മാക്സിമം ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ ക്ലാസ്സുകൾ എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കമന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിനനുസരിച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.